കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര പതാക ജാഥകൾ തിരൂരിൽ സംഗമിച്ചു. കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നുള്ള കൊടിമര ജാഥയും തൃശൂർ ചേർപ്പിൽ നിന്നുള്ള പതാക ജാഥയും ജില്ലാ അതിർത്തികളിൽ നിന്നും വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നുമുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് സമ്മേളന നഗരിയായ തിരൂരിൽ സംഗമിച്ചത്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നിന്നും COA സംസ്ഥാന സെക്രട്ടറി PS സിബിയുടെ നേതൃത്വത്തിലാണ് കൊടിമര ജാഥ എത്തിയത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കോട്ടക്കടവിൽ നിന്നും കൊടിമര ജാഥയെ തിരൂരങ്ങാടി വള്ളിക്കുന്ന് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സ്വീകരിച്ചു. തുടർന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ ആദ്യ സ്വീകരണം പരപ്പനങ്ങാടിയിൽ നൽകി. തുടർന്ന് പൂരപ്പുഴയിൽ നിന്നും ജാഥയെ COA കോട്ടക്കൽ തിരൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു. തൃശൂർ ചേർപ്പിൽ നിന്നുള്ള COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള പതാക ജാഥയും ജില്ലാ അതിർത്തിയായ കടവല്ലൂരിൽ നിന്നും COA എടപ്പാൾ പൊന്നാനി മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പ്രൗഢഗംഭീര സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് ചങ്ങരംകുളത്ത് ആദ്യ സ്വീകരണം നൽകി. വിവിധ സ്ഥലങ്ങളിൽ ജാഥ ക്യാപ്റ്റന്മാരായ PS സിബി, നിസാർ കോയപ്പറമ്പിൽ, COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ, C സുരേഷ് കുമാർ, K സാജിത്ത് എന്നിവർ സംസാരിച്ചു. ഇരു ജാഥകളും സംഗമിച്ച ശേഷം പ്രകടനമായി തിരൂരിലെ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു. തുടർന്ന് സമ്മേളന നഗരിയായ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ കൊടിമരത്തിൽ COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ M അബൂബക്കർ സിദ്ദീഖ് പതാക ഉയർത്തി. COA സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കളും നൂറുകണക്കിന് കേബിൾ ടിവി ഓപ്പറേറ്റർമാരും പങ്കെടുത്തു. ഇതോടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഔപചാരിക പരിപാടികൾക്കും തുടക്കമായി. ഈ ചാനൽ ന്യൂസ് തിരൂർ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.